വീടുകൾ നിർമ്മിക്കുമ്പോൾ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കാൻ ശുപാർശ. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള വീടുകൾക്കായിരിക്കും ഇത് ബാധകം. കൂടാതെ വിസ്തൃതി ഇതിന് താഴെയാണെങ്കിലും പ്രതിമാസം 5000 രൂപയിലധികം വൈദ്യുതി ബിൽ വരുന്ന വീടുകളിലും പ്ലാന്റ് നിർബന്ധമാക്കാൻ സാധ്യതയുണ്ട്. 2025 കരട് വൈദ്യുതി നയത്തിലെ പ്രധാന ശുപാർശകളിലൊന്നാണിത്. പ്രധാന വിവരങ്ങൾ: സോളാർ പ്ലാന്റ് നിർബന്ധം. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള പുതിയ വീടുകൾക്ക് വൈദ്യുതി ബിൽ അടിസ്ഥാനമാക്കി 1000 ചതുരശ്ര അടിയിൽ താഴെയാണെങ്കിലും പ്രതിമാസം 5000 രൂപ അധികം വൈദ്യുതി ബിൽ വരുന്ന വീടുകൾക്കും. ലക്ഷ്യം: പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദനം 3 ഇരട്ടിയാക്കുക. നയം: 2025 കരട് വൈദ്യുതി നയം. നിയമ ഭേദഗതി: കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. കൂട്ടായ പ്ലാന്റുകൾ: റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കും കൂട്ടായി പ്ലാന്റുകൾ സ്ഥാപിക്കാം. ഒഴിഞ്ഞ സ്ഥലങ്ങൾ വാങ്ങിയോ പാട്ടത്തിനെടുത്തോ പ്ലാന്റ് സ്ഥാപിച്ച് വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന സംവിധാനവും പരിഗണനയിലുണ്ട്. സബ്സിഡിയും വായ്പയും: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയും വായ്പാ സൗകര്യവും ലഭ്യമായതിനാൽ സാമ്പത്തിക ബാധ്യത കുറവായിരിക്കുമെന്ന് വിലയിരുത്തൽ. 3 മുതൽ 5 വരെ കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഇത് അധിക ബാധ്യതയാകില്ല. EV ചാർജിംഗ്: പുതിയ വീടുകളിൽ വെഹിക്കിൾ ചാർജിംഗ് സംവിധാനം ഒരുക്കണമെന്ന നിബന്ധനയും വരാനിടയുണ്ട്. നിലവിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമർ പ്രവർത്തനത്തെയും വോൾട്ടേജ് ഏറ്റക്കുറച്ചിലുകളെയും ബാധിക്കുന്നതിനാലാണിത്. ഈ ശുപാർശകളുമായി ബന്ധപ്പെട്ട് അടുത്ത മാസങ്ങളിൽ പൊതുതെളിവെടുപ്പുകൾ നടക്കും. ന്യൂ ആസ്നി സോളാർ